എവരിവൺ, ഇന്ന് നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്കിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഡെക്കറേഷനും ഒക്കെയാണ് നമ്മുടെ വ്ളോഗിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പഞ്ച് റെഡിയാക്കിയിട്ട് അത് 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഞാൻ നൈഫ് കൊണ്ടാണ് അധികം ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാറ് കേട്ടോ. കാരണം ഒന്നുകൂടി വലിയ പീസസ് ആകുമ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും ഫില്ലിങ്ങിൽ കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരണ്ടിയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പീസസ് കിട്ടും. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ തന്നെ ചെറീസുമാണ്. പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇത്തിരി നമ്മുടെ സ്ട്രോബെറിൻ്റെ ക്രഷും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സിറപ്പ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 3 ലെയറും കറക്റ്റായിട്ട് തന്നെ 2 ലെയറിൽ ഫില്ലിങ്ങും ഇതുപോലെ ഐറ്റംസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ടായിട്ട് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്പൈഡർമാൻ്റെ തീം എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് ആൻഡ് ബ്ലൂ ഒരു കോമ്പിനേഷൻ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് 2 കേക്ക് ചെയ്തതും റെഡിലുള്ളൊരു തീമായിരുന്നു. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ബ്ലൂവിൽ ചെയ്തത്. കാരണം കസ്റ്റമറിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കസ്റ്റമറിനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും അതേപോലെ നെയ്ബറാണ്. പിന്നെ ഈ മോൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ബോയ് വളരെ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് നിന്ന് നമ്മളെ വീട്ടിൽ കുറേ സമയം കളിക്കും. വളരെ ചെറിയ 1 വയസ്സിൻ്റെ മുന്നേ ഒക്കെ തന്നെ. കാരണം ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവണതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ വീട്ടിലൊക്കെ വന്ന് കളിച്ചിരുന്ന മോനാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവന് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവരും ഒരു തീമൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സ്പൈഡർമാനിലെ കുറച്ച് സ്റ്റിക്കർ വർക്ക് എല്ലാം ചെയ്തിട്ട് ആ തീമിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ സ്പൈഡർമാൻ്റെ ഫേസും നെയിമും മുകളിലെ ടോപ്പറും എല്ലാം നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ലേസർ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ട് ഇത് കേക്കിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. എന്നാൽ കേക്ക് ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്ന അത്ര റേറ്റ് വരില്ല. സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറയും. എന്നാൽ നല്ല കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ കുറച്ച് റെഡ് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഞാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പിന്നെയും എന്തോ കുറവ് പോലെ തോന്നിയപ്പോൾ ഒരു കുഞ്ഞ് സ്പൈഡർമാനെയും കൂടിയും ഈ സൈഡിൽ വെച്ച് കൊടുത്തു. അതേപോലെ നമ്മുടെ സ്പൈഡർമാൻ്റെ സൗണ്ടിനുണ്ട് ബൂം ടിഷ്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2 സൗണ്ടുകളും ഇവിടെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. കേക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ ഇതുപോലെ സ്പൈഡർമാൻ തീമിലൊക്കെ ഒരു കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ചോക്ലേറ്റ് ഡെക്കറേഷനോണ്ടൊക്കെ അതിൻ്റെ ചിലന്തി വലയും കാര്യങ്ങളെല്ലാം വരച്ച് കൊടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.